നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രിൻസ് എന്ന പേപ്പറിലെ 5ാമത്തെ ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള എക്കണോമിക് തോട്ട് ഓഫ് ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ തുടക്കത്തിൽ നമുക്ക് നമ്മുടെ എന്താ പറയാ മനസ്സിലാക്കാൻ കഴിയുന്നത് 1947 നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് നമ്മുടെ രാജ്യം വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി, ഒരു എക്കണോമിക് റിസഷൻ അല്ലെങ്കിൽ എന്താ പറയാ ഒരു സാമ്പത്തിക പ്രതിസന്ധി നല്ല രീതിയിൽ ബാധിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. സോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരുപാട് വർഷത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്നു അല്ലെ. സോ ഈ ഒരു കാരണം കൊണ്ട്, അതായത് ബ്രിട്ടീഷ് ആധിപത്യം മൂലം ഇന്ത്യ എന്തായി, നമ്മുടെ ഭയങ്കരമായ രീതിയിൽ ദാരിദ്ര്യത്തിലും അതുപോലെ തൊഴിൽ കുറവ്, അതായത് ആളുകൾക്ക് തൊഴിലില്ലായ്മ അല്ലെ, ആ ഒരു പ്രശ്നവും അതുപോലെ വ്യാവസായിക പിന്നോക്കാവസ്ഥയിലുമായിരുന്നു ഇന്ത്യ. മാത്രമല്ല ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്താ പറയാ വർക്ക് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻഗേജ് ചെയ്തിരുന്ന മേഖല എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയായിരുന്നു. പക്ഷേ കൃഷി പിന്നോക്കം അവസ്ഥയുള്ള ആളുകൾ എന്താ പറയാ കൃഷി ആ ഒരു സമയത്ത് എന്തായിരുന്നു, പിന്നോക്കാവസ്ഥയിലായിരുന്നു. ഓക്കെ, മാത്രവുമല്ല വ്യവസായങ്ങളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ വളരെ കുറവായിരുന്നു. ഇന്ത്യയിൽ പ്രധാന മേഖലകൾ എന്ന് പറയുന്നത് നമ്മൾ വിദേശ മൂലധനത്തിന്റെ നിയന്ത്രണത്തിലുമായിരുന്നു. ഓക്കെ, ഈ പ്രശ്നങ്ങളെല്ലാം മറികടന്ന് ഒരു ശക്തമായ രാഷ്ട്രം നിർമ്മിക്കാനുള്ള ദൗത്യം നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി. മാത്രമല്ല അദ്ദേഹം കരുതിയത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം അല്ലെ, അതായത് പൊളിറ്റിക്കൽ ഫ്രീഡം പോലെ തന്നെയാണ് എക്കണോമിക് ഫ്രീഡവും എന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചത് അല്ലെ. അതായത് നമുക്ക് ഒരു പൊളിറ്റിക്കൽ ഫ്രീഡം എത്രത്തോളം വേണമോ അത്രത്തോളം എക്കണോമിക് ഫ്രീഡം വേണം അല്ലെ, അത്ര തന്നെ പ്രാധാന്യം അതിനുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അദ്ദേഹം സ്വയം പര്യാപ്തവും അതുപോലെ വ്യാവസായികമായ മുന്നേറ്റം കൈവരിച്ചതുമായ സമത്വമുള്ളതുമായ ഒരു ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത്. ഓക്കെ, ദെൻ നെഹ്റു വിശ്വസിച്ചത് നമ്മുടെ എന്താ പറയാ സ്റ്റേറ്റ് ലെഡ് പ്ലാനിങ് ആണ്. അതായത് സംസ്ഥാന നിയന്ത്രിത ആസൂത്രിത വികസനമാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. കാരണം ഇന്ത്യയെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എന്താ പറയാ പോളിസി അല്ലെങ്കിൽ ഈ ഒരു പ്ലാനിങ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ചിന്തയെ സ്വാധീനിച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ ബ്രിട്ടീഷ് ഫാബിയൻ സോഷ്യലിസം അഥവാ ഫാബിയൻ സോഷ്യലിസം അല്ലെ, അദ്ദേഹത്തിന്റെ ഈ ഒരു എക്കണോമിക് തോട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സോവിയറ്റ് രീതിയിലുള്ള ആസൂത്രണം, അതായത് നമ്മുടെ സോവിയറ്റ് സ്റ്റൈൽ പ്ലാനിങ്ങും എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല ഇന്ത്യയുടെ സാമൂഹ്യ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളും ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന കാര്യങ്ങളും. മാത്രമല്ല അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ആളായിരുന്നു അല്ലെ. അപ്പൊ ഈ ഒരു സോഷ്യലിസ്റ്റ് ചിന്തകളിൽ ആയത്തിൽ ഒരു ഡീപ്പായിട്ട് വിശ്വസിച്ചിരുന്ന ഒരാളാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു. മാത്രമല്ല സ്വകാര്യ മേഖലയുടെ പങ്ക് അല്ലെ, പ്രൈവറ്റ് എന്താ പറയാ സെക്ടറിന്റെ റോള് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, അംഗീകരിച്ചിരുന്നു. ഇതിനെയാണ് നമ്മളെ മിക്സഡ് അല്ലെങ്കിൽ മിശ്ര സാമ്പത്തിക വ്യവസ്ഥ അല്ലെ, മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. ഈ ഒരു ആശയത്തിന്റെ ആധാരവും എന്താണ്, ഈ ഒരു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഐഡിയൻ അദ്ദേഹം അംഗീകരിച്ചിരുന്നു. ദെൻ നെക്സ്റ്റ് പറയുന്നത് നമുക്ക് പൊതുമേഖല അഥവാ പബ്ലിക് സെക്ടറും ദെൻ സ്വകാര്യ മേഖല അഥവാ നമ്മുടെ പ്രൈവറ്റ് സെക്ടറും, ഇത് രണ്ടും സംസ്ഥാന നിയന്ത്രണത്തിലൂടെ സഹവർത്തിത്വത്തിൽ പ്രവർത്തിക്കുന്നു. മാത്രമല്ല നെഹ്റുവിന്റെ നയങ്ങൾ ഇന്ത്യയുടെ വ്യവസായികവൽക്കരണത്തിനും ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്കും എന്ത് ചെയ്തിട്ടുണ്ട്, അടിത്തറയായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നെഹ്റുസ് എക്കണോമിക് ഫിലോസഫി ആൻഡ് കമ്മിറ്റ്മെന്റ് ടു സോഷ്യലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഇതിലെ നെഹ്റുവിന്റെ സാമ്പത്തിക ചിന്ത, അതായത് എക്കണോമിക് തോട്ടിന്റെ ബേസ് അല്ലെങ്കിൽ ആധാരം എന്ന് പറയുന്നത് നമ്മുടെ ഡെമോക്രാറ്റിക് സോഷ്യലിസം അഥവാ ജനാധിപത്യ സോഷ്യലിസം ആണ്. മാത്രവുമല്ല സാമൂഹിക നീതി അല്ലെ, സോഷ്യൽ ജസ്റ്റിസ്, അതുപോലെ സാമ്പത്തിക പുരോഗതി എക്കണോമിക് ഗ്രോത്ത് അല്ലെ, ഇത് രണ്ടും ഒരുമിച്ച് ലക്ഷ്യമാക്കുന്നതാണ് മാതൃകയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നെഹ്റുവിന്റെ സോഷ്യലിസത്തിന്റെ പ്രധാന ആശയങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം അല്ലെ. ഫസ്റ്റ് വൺ സമത്വം, രണ്ടാമത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, 3 സംസ്ഥാന നിയന്ത്രണം, 4 നമ്മുടെ സ്വകാര്യ മേഖലയെ എന്ത് ചെയ്യുക, നിയന്ത്രിതമായ സ്വാതന്ത്ര്യം കൊടുക്കുക. ഈ ഒരു 4 കാര്യങ്ങളാണ് അദ്ദേഹം സോഷ്യലിസത്തിന്റെ പ്രധാന ആശയങ്ങൾ. അപ്പം ഓരോന്നും നമുക്ക് നോക്കാം. സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പത്ത് കുറച്ച് ആളുകൾ മാത്രം കേന്ദ്രീകരിക്കാതെ സമൂഹം ഒട്ടാകെ അത് എന്ത് ചെയ്യണം, ലഭിക്കണം എന്നാണ് പറയുന്നത് അല്ലെ. അതായത് ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിലും
കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രം ഒരുപാട് പണമുണ്ട്, എന്നാൽ മറ്റു വിഭാഗത്തിന്റെ കയ്യിൽ പണമേ ഇല്ല. ഒരു എക്കണോമിക് ഇനിക്വാലിറ്റിയാണ് അവിടെ സംഭവിക്കുന്നത് അല്ലെ. സോ അങ്ങനെ ഒരു എക്കണോമിക് വ്യവസ്ഥ ഇല്ലാതെ പകരം എന്ത് ചെയ്യുക, അത്യാവശ്യം എല്ലാവരുടെ കൈകളിലും പണം ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് സമ്പത്ത് കുറച്ച് ആളുകൾ മാത്രം കുന്നുകൂടി നിൽക്കാൻ പാടില്ല, എല്ലാ ആളുകളിലും എന്തായിരിക്കണം, വിതരണം ചെയ്യണം. ആ ഒരു കൺസെപ്റ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മാത്രമല്ല ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതായത് നമ്മുടെ സാമ്പത്തിക വളർച്ചയുടെ ഫലം അത് ദാരിദ്ര്യത്തിൽ കഴിയുന്നവരിലും എത്തിക്കണം അല്ലെ. അപ്പൊ നമ്മൾ സാമ്പത്തിക വളർച്ച ഉണ്ടായി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിന്റെ ഒരു റിസൾട്ട് ആരിൽ നമുക്ക് കാണാൻ കഴിയണം, പാവപ്പെട്ട ആളുകൾ നമുക്ക് കാണാൻ കഴിയണം. എങ്ങനെ അവര് എക്കണോമിക്കലി നല്ല രീതിയിൽ മുന്നോട്ട് വരിക അല്ലെ, അല്ലെങ്കിൽ അവർ ആ ദാരിദ്ര്യം കുറഞ്ഞിട്ടും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുക, ആ ഒരു സിറ്റുവേഷൻ അവർക്ക് വരണം. നെക്സ്റ്റ് പറയുന്നത് സംസ്ഥാന നിയന്ത്രണം, അതായത് പ്രധാന വ്യവസായങ്ങള് നമ്മുടെ ഊർജം, ഗതാഗതം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ മേഖലകൾ സർക്കാരിന്റെ ഉടമസ്ഥയിലായിരിക്കണം. സോ അതാണ് പറയുന്നത് സംസ്ഥാന നിയന്ത്രണം. ദാറ്റ് മീൻസ് സ്റ്റേറ്റ് എന്ത് ചെയ്യണം, സ്റ്റേറ്റിന് രാഷ്ട്രത്തിന് അവിടെ നിയന്ത്രണം ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സ്വകാര്യ മേഖലയുടെ നിയന്ത്രണം, അതായത് എന്താ പറയാ, നമ്മുടെ സ്വകാര്യ സംരംഭങ്ങൾ പ്രവർത്തിക്കുക, പക്ഷെ സാമൂഹിക ഉത്തരവാദിത്വം അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. അതായത് സ്വകാര്യ മേഖല എന്ന് പറഞ്ഞിട്ട് ഫുൾ ഫ്രീഡം കൊടുക്കരുത്, ഒരു നിയന്ത്രിതമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. ഇതായിരുന്നു നമ്മുടെ നെഹ്റുവിന്റെ സോഷ്യലിസത്തിന് പ്രധാന ബേസ് ആയിട്ടുള്ള എന്താ പറയാ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആശയങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മിക്സഡ് എക്കോണമി ആണ്. അതായത് മിക്സഡ് എക്കോണമി എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആർക്കും അല്ലെ, 2-3 ആളുകൾ കൂടിയിട്ടുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള സിസ്റ്റം ആണ്. സോ അതിൽ രണ്ട് ടീമാണ് മെയിൻ ആയിട്ട് ആ മിക്സഡ് ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ പബ്ലിക് സെക്ടറും അതുപോലെ പ്രൈവറ്റ് സെക്ടറും, ഇവ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് മിക്സഡ് എക്കോണമി. ഓക്കെ, അപ്പൊ ഇതിലൂടെ വളർച്ചയും സാമൂഹിക നീതിയും ഒരുമിച്ച് ഉറപ്പാക്കുക എന്നതാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, അത് നെഹ്റുവിന്റെ നയങ്ങളാണ്. അതായത് പോളിസീസ് ഇൻസ്പയർഡ് ബൈ സോഷ്യലിസം അല്ലെ. ഇതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഭൂമി പരമായിട്ടുള്ള നമ്മുടെ എന്താ പറയാ റീഫോംസ് അല്ലെ, ഭൂപരിഷ്കരണം. അതിൽ നമ്മുടെ കർഷകർക്ക് ഭൂമിയുടെ അവസ്ഥ ലഭിക്കാൻ ശ്രമിച്ചു, എന്നാൽ ഭൂവുടമകളുടെ എതിർപ്പിനെ തുടർന്ന് അത് പൂർണ്ണമായിട്ട് വിജയിച്ചില്ല. ആ ഒരു കാലഘട്ടത്തിൽ അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, വിജയിച്ചിട്ടില്ല. കാരണം ആ ഒരു സംഭവം ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. രണ്ടാമത് പറയുന്നത് തൊഴിലാളികളുടെ അവകാശങ്ങൾ, ലേബേഴ്സിന്റെ റൈറ്റ്. അതിൽ കുറഞ്ഞ വേതനം, അതായത് മിനിമം വേജ് അല്ലെ, മിനിമം വേജെങ്കിലും അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ ആശയമാണ്. ഇതിൽ തൊഴിൽ സുരക്ഷ അല്ലെ, അതായത് ജോബ് സെക്യൂരിറ്റി, തൊഴിലാളി യൂണിയനുകൾക്ക് പിന്തുണ നൽകുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതിൽ തന്നെ വിദ്യാഭ്യാസവും ശാസ്ത്രവും അഥവാ എഡ്യൂക്കേഷൻ സയൻസ്, അതായത് IIT-കൾ, സർവകലാശാല, ഗവേഷണ സ്ഥാപനങ്ങൾ തുടങ്ങിയ എന്താ പറയാ ഈ ഒരു യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഇതൊക്കെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നെക്സ്റ്റ് പറയുന്നത് വിദ്യാഭ്യാസം അത് രാജ്യത്തിന്റെ വികസനത്തിന് അടിത്തറയാണ് എന്ന് നെഹ്റു വിശ്വസിച്ചു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നെഹ്റുവിന്റെ നയങ്ങൾക്കെതിരെയുള്ള ക്രിറ്റിസിസം എന്തൊക്കെയാണെന്ന്. അതായത് ഇവിടെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രീറ്റ് എന്താ പറയാ കൺട്രോളിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് ഈ അധികമായിട്ടുള്ള സംസ്ഥാന നിയന്ത്രണം മൂലം ബ്യൂറോക്രസിയിലെ എന്താ പറയാ വർദ്ധിച്ചു, ഉദ്യോഗസ്ഥ വൃന്ദം എന്നൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇത് എന്ത് ചെയ്തു, വളരെയധികം വർദ്ധിച്ചു. അപ്പൊ അതൊരു ക്രിറ്റിസിസമാണ്. രണ്ടാമത് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും ലാഭകരമല്ലാതായി മാറി അല്ലെ. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ തന്നെ പറയാറുണ്ട് KSRTC അല്ലെങ്കിൽ ട്രെയിനൊക്കെ കുറച്ച് മുന്നേ വരെ ഭയങ്കര നഷ്ടത്തിലായിരുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. അപ്പം അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പബ്ലിക് സെക്ടർ, അതായത് എന്താ പറയാ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും എന്താ പറയാ ലാഭകരം, പ്രോഫിറ്റ് അല്ലാതായി മാറി. കൃഷി മേഖലയെ എന്ത് ചെയ്തു, അവഗണിച്ചു. കാരണം ഇവർ കൃഷിക്കെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പം കൃഷി മേഖലയെ അവഗണിച്ചു നമുക്ക് പറഞ്ഞുകൊണ്ട് ഇതൊരു ക്രിറ്റിസിസം ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ അവിടെ ഗ്രാമീണ തൊഴിലവസരങ്ങൾ എന്ത് ചെയ്തു, കുറയാനും കാരണമായി. അപ്പൊ അതാണ് അതിന്റെ ക്രിറ്റിസിസം. ഇനി നമുക്ക് നോക്കാനുള്ളത് നെഹ്റുവിന്റെ കൺസെപ്റ്റ് ഓഫ് മിക്സഡ് എക്കോണമിയാണ്. ഇതിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതി ഉറപ്പാക്കുന്നതിന് മിക്സഡ് എക്കോണമി എന്ന ആശയം അവതരിപ്പിച്ചു. ഈ ഒരു മാതൃകയുടെ ലക്ഷ്യം, അതിന്റെ എയിം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെഡ് ഡെവലപ്മെന്റ് ആണ്. സ്വകാര്യ സംരംഭങ്ങളുടെ വളർച്ച അഥവാ നമ്മുടെ പ്രൈവറ്റ് എന്റർപ്രൈസിന്റെ വളർച്ച അല്ലെ. ഇവ തമ്മിൽ സമതുലിതമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തുകയായിരുന്നു ഈ ഒരു മിക്സഡ് എക്കോണമിയുടെ ഉദ്ദേശം. നമ്മുടെ മിക്സഡ് എക്കോണമി ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര സാമ്പത്തിക ഘടനയുടെ അടിത്തറയായിട്ട് മാറി. ഇതിൽ നമ്മുടെ സോഷ്യലിസത്തിന്റെ സാമൂഹ്യ നീതിയും ലക്ഷ്യവും ക്യാപിറ്റലിസത്തിന്റെ ഉൽപാദനക്ഷമതയും അല്ലെ, അഥവാ നമ്മുടെ പ്രൊഡക്ടിവിറ്റി, ഇതും ഒരുമിച്ച് ഉൾക്കൊള്ളുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത്
നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു 2 സെക്ടേഴ്സ് ഇൻ ദ മിക്സഡ് എക്കോണമി ആണ്. ഫസ്റ്റ് വൺ പൊതുമേഖല അല്ലെ അഥവാ പബ്ലിക് സെക്ടർ. അതായത് നെഹ്റു വിശ്വസിച്ചിരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന വികസനത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാന വ്യവസായങ്ങൾ സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരിക്കണം എന്നായിരുന്നു. ഓക്കെ, അപ്പം അതിന് ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്നത് പറഞ്ഞാല് നമ്മുടെ സ്റ്റീൽ എന്താ പറയാ പ്രൊഡക്ഷൻ നടക്കുന്ന കമ്പനികൾ അല്ലെ, ദെൻ നമ്മുടെ എനർജി, റെയിൽവേ, ബാങ്കിങ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഹെവി ഇൻഡസ്ട്രീസ്, ഇതൊക്കെയാണ് സർക്കാരിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരിക്കേണ്ട വ്യവസായങ്ങൾ. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു മേഖലയിൽ എന്തായിരിക്കണം, ദേശീയ സുരക്ഷയ്ക്കും അവസര സമത്വത്തിനും അത്യാവശ്യമായതിനാൽ സ്വകാര്യ മേഖലയിലെ ലാഭ മനോഭാവം ഒഴിവാക്കിക്കൊണ്ട് പൊതു താല്പര്യത്തിനായി സർക്കാരിന്റെ ഉടമസ്ഥയിലാക്കി അല്ലെ. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രൈവറ്റ് സെക്ടർ ആണ്, അതായത് മാർക്കറ്റ് ഡ്രിവൺ ഇൻഡസ്ട്രീസ് അല്ലെ. ഇതിൽ നെഹ്റു സർക്കാർ ഇടപെടലിനെ പിന്തുണച്ചിരുന്നെങ്കിലും സ്വകാര്യ സംരംഭങ്ങളുടെ പ്രാധാന്യത്തിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇനി സ്വകാര്യ മേഖലയ്ക്ക് പ്രവർത്തിക്കാവുന്ന മേഖലകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മേഖലയിലാണ്? ഫസ്റ്റ് വൺ നമ്മുടെ കൺസ്യൂമർ ഗുഡ്സ് അല്ലെ, അഥവാ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ, ദെൻ അഗ്രികൾച്ചർ, സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ദെൻ ട്രേഡ് ആൻഡ് റീറ്റെയിൽ അഥവാ വ്യാപാരവും റീറ്റെയിലും അല്ലെ. ദെൻ സർക്കാർ ചട്ടങ്ങൾ പാലിച്ചു പ്രവർത്തിക്കണമെന്ന വ്യവസ്ഥയോടെ നമ്മുടെ സ്വകാര്യ സംരംഭങ്ങൾക്ക് നിക്ഷേപം, തൊഴിൽ സൃഷ്ടി അതായത് ലേബേഴ്സ് അല്ലെ, ദെൻ നവീകരണം എന്നിവയിൽ പങ്കാളിത്തം ഉറപ്പാക്കി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് ഇതുവരെ നമുക്ക് നോക്കാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്ലാനിംഗ് കമ്മീഷൻ ആണ്. 1950 പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത്. നെഹ്റു 1950 എന്താ പറയാ ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചു. ഇതിന്റെ പ്രധാന ചുമതല അല്ലെ എന്ന് പറയുന്നത് ഒന്ന്, രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾ അല്ലെ എന്ത് ചെയ്യാ രൂപപ്പെടുത്തുക, അതുപോലെ സമ്പത്ത് വിഭജനത്തിന് മാർഗനിർദ്ദേശം നൽകുക, പൊതുമേഖലാ നിക്ഷേപം നിയന്ത്രിക്കുക, ദെൻ സ്വകാര്യ മേഖലാ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നെഹ്റുവിന്റെ വിഷൻ ഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. അതായത് നെഹ്റുവിന്റെ സാമ്പത്തിക ചിന്തയുടെ എന്താ പറയാ കേന്ദ്രത്തിൽ വ്യവസായവൽക്കരണം അഥവാ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് ഏറ്റവും അദ്ദേഹത്തിന്റെ ചിന്തയിലുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ്. എന്ത്? ഇൻഡസ്ട്രിയലൈസേഷൻ. അദ്ദേഹം വിശ്വസിച്ചത് വ്യവസായവൽക്കരണം മാത്രമാണ് ഇന്ത്യയെ ആധുനികവൽക്കരിക്കുക എന്നും ദാരിദ്ര്യം കുറക്കാനും സ്വയം പര്യാപ്തത അഥവാ സെൽഫ് റിലയൻസിൽ കൈവരിക്കാനുള്ള മാർഗം ആകെ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് എന്നാണ് ജവഹർലാൽ നെഹ്റു വിശ്വസിച്ചിരുന്നത്. നെഹ്റുവിന്റെ അഭിപ്രായത്തിൽ ഹെവി ഇൻഡസ്ട്രീസ് ആണ് ഒരു ശക്തമായ ഒരു രാജ്യത്തിന്റെ ആധാരസ്തംഭം അല്ലെ. ദെൻ നെക്സ്റ്റ് പറയുന്നത് അദ്ദേഹം അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളുടെ മേലുള്ള വികസനത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. അതായത് വ്യവസായവൽക്കരണത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം, ഗതാഗത സൗകര്യം ഉറപ്പാക്കാൻ നെഹ്റു വലിയ പദ്ധതികൾ ആരംഭിച്ചു. അതിൽ പ്രധാനപ്പെട്ട പദ്ധതികളാണ് നമ്മുടെ ബക്രാനങ്കൽ ഡാം, ദെൻ ഹിരാക്കുഡ് ഡാം, അതുപോലെ ദാമോദർ വാലി പ്രോജക്ട് അല്ലെ. ഈ വ്യവസായങ്ങൾക്കുള്ള വൈദ്യുതി വിതരണത്തിനും കൃഷിക്കുമുള്ള ജലസേചനത്തിനും ഇതെന്താ ചെയ്തു സഹായകമായി അല്ലെ, ഹെൽപ്പ് ആയിട്ടുണ്ട്. മാത്രമല്ല ഇത് ഏത് കൃഷിയും അതുപോലെ വ്യവസായവും ഏകീകരിച്ച് വികസിപ്പിക്കാനുള്ള നെഹ്റുവിന്റെ സമീപനത്തെയാണ് ഇത് എന്ത് ചെയ്യുന്നത് പ്രൂവ് ചെയ്യുന്നത് അല്ലെ. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ഇൻഡസ്ട്രിയൽ പോളിസി അല്ലെ, നെഹ്റുവിന്റെ ഇൻഡസ്ട്രിയൽ പോളിസിക്കെതിരെയുള്ള ക്രിറ്റിസിസം ആണ്. ഇതിൽ പറയുന്നത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത കുറവ്, അതായത് ബ്യൂറോക്രസി ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ അവിടെ ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. മാത്രമല്ല ഇവിടുത്തെ സർക്കാർ ഇടപെടൽ അഥവാ സർക്കാരിന്റെ ഗവൺമെന്റ് ഇന്റർഫിയറൻസ് ഇവയെല്ലാം എന്ത് ചെയ്തു നഷ്ടത്തിലേക്ക് നയിച്ചു. രണ്ടാമത് പറയുന്നത് സ്വകാര്യ മേഖലയുടെ വളർച്ചാ തടസ്സങ്ങൾ, അതായത് അതിന് ഉദാഹരണമാണ് ലൈസൻസ് രാജ് അല്ലെ. അപ്പൊ എന്താണ് ലൈസൻസ് രാജ് എന്ന് നമുക്ക് നോക്കാം. ലൈസൻസ് രാജ് എന്ന് പറഞ്ഞാൽ നെഹ്റുവിന്റെ മിക്സഡ് എക്കോണമി സിസ്റ്റത്തിലെ മറ്റൊരു പ്രധാന സവിശേഷമാണ് എന്ത് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് സിസ്റ്റം അഥവാ ലൈസൻസ് രാജ്. അതായത് നമ്മുടെ സ്വകാര്യ വ്യവസായങ്ങള് നമുക്ക് ആരംഭിക്കാനോ അല്ലെങ്കിൽ വികസിപ്പിക്കാനോ മുൻകൂറായിട്ട് സർക്കാരിന്റെ അനുമതി, അതിനെയാണ് ലൈസൻസ്. ഓക്കെ, അപ്പൊ ഇത് ആവശ്യമുണ്ടായിരുന്നു. ഇതിന്റെ എയിം അല്ലെങ്കിൽ ഇതിന്റെ ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് മൊണോപ്പൊളി അല്ലെ, അതായത് എന്താ വ്യവസായ മേഖലയിലുള്ള മൊണോപ്പൊളിയെ തടയുക, അതുപോലെ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെന്റിന്റെ ബാലൻസ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ നഗരങ്ങളിലെ അമിതമായിട്ടുള്ള വ്യവസായ കേന്ദ്രീകരണം അല്ലെ, ഓവർ കോൺസെൻട്രേഷൻ ഉണ്ടാവും, സോ അതിനെയും തടയുക. ഇതൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ. ഓക്കെ,
ഇനി ഇതിന്റെ എന്താ പറയുക നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യവസായവൽക്കരണത്തിനും അടിസ്ഥാന സൗകര്യത്തിനും വികസനത്തിനും അടിത്തറ കൊടുക്കുന്നത് ഈ ഒരു ലൈസൻസ് ആണ്. നെക്സ്റ്റ് പറയുന്നത് എന്താ പറയാ വ്യത്യാസം കുറയുന്നത്. ദെൻ നമ്മുടെ പ്രധാന മേഖലകൾ സ്വകാര്യ ഏകാധിപത്യത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു. ദെൻ ലാസ്റ്റ് വൺ സ്വയം പര്യാപ്തതയും ദേശീയ ഉൽപാദനവും വർദ്ധിച്ചു. ഓക്കെ, ദെൻ ഇതിന് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. അതിൽ പറയുന്ന ഒരു ചാലഞ്ചാണ് പൊതുമേഖലയിൽ കാര്യക്ഷമത കുറവ്. 2 അതിരൂക്ഷമായിട്ടുള്ള സർക്കാരിന്റെ നിയന്ത്രണം. 3 സ്വകാര്യ മേഖലയിലെ സ്വാതന്ത്ര്യം കുറവായിരുന്നു. ദെൻ 4 നമുക്കുള്ള എന്താ പറയാ മത്സരശേഷികളും അല്ലെങ്കിൽ പുതുമകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇതോടുകൂടെ കുറയാനും തുടങ്ങി. സോ ഇതൊക്കെയാണ് ലൈസൻസ് രാജിന്റെ ചാലഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഈ ഒരു ചെറുകിട വ്യവസായങ്ങൾക്കും ഗ്രാമീണ ശില്പങ്ങൾക്കുമുള്ള അവഗണന. ഇതില് നമ്മുടെ ക്രിറ്റിസിസം ഓഫ് നെഹ്റു ഇൻഡസ്ട്രിയൽ പോളിസി അല്ലെ, അതായത് അതിൽ 3 പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയുടെ കുറവ്. 2 സ്വകാര്യ മേഖലയുടെ വളർച്ചാ തടസ്സം, അതിലാണ് ലൈസൻസ് രാജ് വരുന്നത്. ദെൻ മൂന്നാമത് വരുന്നതാണ് നമ്മുടെ ചെറുകിട വ്യവസായങ്ങൾക്കും ഗ്രാമീണ എന്താ പറയാ ശില്പങ്ങൾക്കുമുള്ള അവഗണന. അതായത് പാരമ്പര്യ വ്യവസായങ്ങളും കൈത്തൊഴിലുകളും പിന്തുണ ലഭിക്കാതെ എന്ത് ചെയ്യാൻ തുടങ്ങി, പിന്നോക്കമായിട്ട് തുടരാൻ തുടങ്ങി. ഇത് നമ്മുടെ അർബൻ റൂറൽ ഇംബാലൻസ് അല്ലെ, അതായത് നഗര ഗ്രാമ വ്യത്യാസം വർദ്ധിപ്പിക്കാനും കാരണമായി. സോ എത്രയും കാര്യമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ദെൻ നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. ബൈ.